നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത്, നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹാപ്പി ആണോ, അവരുടെ ലൈഫിൽ സന്തോഷത്തോടു കൂടിയാണോ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് കാർഡ് വന്നിട്ടുള്ളത്. ദ ഹാങ്ഡ് മാൻ ആണ്. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഫോർ ഓഫ് വാൺസ് ആണ്. സെവൻ ഓഫ് വാൺസ് ആണ്. 10 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വരുന്നൊരു സിറ്റുവേഷനിലല്ല അവർ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവർ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ആ ഒരു കരിയർ ഗ്രോത്തിലോട്ടാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരിപ്പോൾ കരിയർ ഗ്രോത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ സ്റ്റെക്കാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അവർ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിലാണ്. കാരണം അവർക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവരുടെ കരിയർ ആണ് എന്നുള്ളതാണ്. അവർ കരിയർ ഗ്രോത്ത് ആണ്, ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ഫിനാൻഷ്യലി അവർക്ക് ഒരുപാട് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത്, ഒരു സെൽഫ് ഗ്രോത്തിലോട്ടാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആ ഒരു കരിയർ ഗ്രോത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ സിറ്റുവേഷനിലാണ് അവരുള്ളത്. അവരതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ അവർ ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരവരുടെ കരിയർ, ഫിനാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് കാര്യം. അതുപോലെ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാർഡ് വർക്കിലാണ് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴുള്ളത്. അതുകൊണ്ടാണ് അവർ നിങ്ങളില്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർ വെറുതെ വിഷമിച്ചിരിക്കുകയല്ല എന്നുള്ളതാണ്. അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളും ഇതാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾ വിഷമിച്ച് ദുഃഖിച്ച് പഴയ കാലത്തുള്ള നിങ്ങൾ വിഷമിച്ച് ദുഃഖിച്ച് കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് വിഷമിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോമ്പറ്റീഷൻ ആയിരിക്കും നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ടൊന്നും ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഇവരെ ചേസ് ചെയ്യുക, ഇവർ മെസ്സേജ് ചെയ്യാത്തത് കാരണം വിഷമിക്കുക, എന്നിട്ട് കുറച്ച് വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള പാട്ടുകൾ കാണുക, അല്ലെങ്കിൽ റീൽസൊക്കെ കണ്ട് ഇങ്ങനെ കൂടുതൽ വിഷമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഇത്രയും എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ നേരിടാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളതാണ്. അവർ മണി ഫോക്കസ്ഡ് ആയിട്ട് കരിയർ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് മുൻപോട്ട് പോവാണ്. അവരുടെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ സെൽഫ് വാല്യൂ അവർക്കറിയാം. അവരുടെ സെൽഫ് വാല്യൂ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിലെ ഒരു സക്സസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അവർ സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിന് ശേഷമാണ്. ഓക്കെ, അവർക്ക് കമ്മിറ്റ്മെന്റ് വേണം, നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അവരുടെ ലൈഫിലെ സക്സസ് ആണ്, കരിയർ ഗ്രോത്ത് ആണ്, സെൽഫ് ഗ്രോത്തിലോട്ട് വരിക എന്നുള്ളതാണ് അവരിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യം. അതിനുശേഷം മാത്രം അതിനുവേണ്ടി ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി യൂസ് ചെയ്യാണ്. അല്ലാതെ ആ ഒരു സമയം അവർ വേസ്റ്റ് ചെയ്ത് കളയുന്നില്ല എന്നുള്ളതാണ്.
നിങ്ങൾ ഈ സമയം മൊത്തം സ്നേഹത്തിന് പിറകെ ഓടിക്കൊണ്ട് വേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഓരോ ടൈമും ഓരോ മിനിറ്റും വാല്യുബിൾ ആയിട്ടുള്ള ആണ്. അത് നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ട്? മറ്റൊരു പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളത് വേസ്റ്റ് ചെയ്യുന്നത്. ആർക്കാ ഇതിൻ്റെ നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ്. കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലാത്തൊരു ഒരു സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് ഗ്രോത്തിലോട്ടൊക്കെ വന്നവർ അവരുടെ ലൈഫിൽ വിജയിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വട്ടപൂജയായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങളാവരുത്. നിങ്ങൾ ഒരു സ്നേഹബന്ധം എന്നുള്ളതിന് പുറകെ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും ആവാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഇവരെ പോലെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് വരും. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ എല്ലാ നല്ല സമയവും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പിന്നെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ എന്നും ഒരേ ഏജിലോ ഒരേ ഒരു മെൻറ്റാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരുപോലെയല്ല നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പ്രായമാവും, നിങ്ങൾക്കൊക്കെ പ്രായമാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നല്ല നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല സമയം നിങ്ങൾ സ്നേഹത്തിന്, പ്രണയത്തിന്, മറ്റൊരാളുടെ ഇമോഷൻസിന് പിറകെ ഓടിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്നും ആവാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീൽസും മറ്റും കണ്ട് വിഷമിച്ച് തകർന്ന് നിങ്ങളോട് തന്നെ സ്നേഹമില്ലാതെ മറ്റൊരാളുടെ സ്നേഹത്തിന് പിറകെ ഓടി അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലൈഫ് എല്ലാം നിങ്ങൾ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയല്ല നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത്. പക്ഷേ അവരവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിന് സെൽഫ് ഗ്രോത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ നിങ്ങൾ അതുകൊണ്ട് അവർ സ്റ്റെക്കാണ്. അവരുടെ ലൈഫിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അവരിപ്പോൾ ഇമോഷൻസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ ലൈഫിന് പ്രാക്ടിക്കലായിട്ട് അവരുടെ ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി കരിയർ ഗ്രോത്തിലോട്ട് എങ്ങനെ പോകാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ സ്റ്റെക്കായി നിൽക്കുന്നത്. പക്ഷേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവരുടെ സെൽഫ് ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. പക്ഷേ അവരുടെ ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ സെൽഫ് ഗ്രോത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങൾക്കല്ല. നിങ്ങളിലേക്ക് വരും, പക്ഷേ അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആയതിനു ശേഷം അവർ വരും. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. അവർ വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാതെ നിങ്ങളും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെപ്പോലൊരു പേഴ്സൺ, അതുപോലെ നിങ്ങളും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല കേട്ടോ. പക്ഷേ എന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു ഗ്രോത്തിലോട്ട് എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതാണ് പ്രധാനം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പേഴ്സൻ്റെ പിറകെ ഇങ്ങനെ ചെയ്ത് പോയത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ആ ഒരു സമയം മൊത്തം നിങ്ങൾക്ക് നഷ്ടം എന്നല്ലാതെ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ പിറകെ ഓടിയത് കാരണം ആ ജോലിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് അതിലൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ ഉയർച്ചയിലോട്ട് പോകുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ഉയർച്ചയിലോട്ട് പോകാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതുപോലെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആവണം ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ തരാതെ നോക്കൗട്ട് സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആവരുത്. അങ്ങനെ ആവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കരയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും വിഷമിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ദ എംപ്രസ് കാർഡാണ്. ഈ ഒരു കാർഡിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൽഫ് ഗ്രോത്തിലോട്ട് വരിക എന്നുള്ളതാണ്. സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരിക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ വരിക എന്നുള്ളതാണ്. ഇവിടെ ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇതാ ഈ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ ഒരു പൊസിഷനിലോട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ഒരു എംപ്രസ് ലെവലിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള ആളാണെങ്കിൽ ഒരു എംപ്രസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു എംപ്രസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ലെവലിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് നോക്കാം.
ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളാണ് അവരുടെ ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അവരാണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്നാണ് എനിക്ക് ഈ റീഡിംഗിൽ നിന്ന് കാണുന്നത്. കാരണം അവർ അവരുടെ സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേഴ്സൺ ആണ്. അപ്പം നിങ്ങൾ അവരെ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് വരിക. ഓക്കെ, ഹോപ്പ്ഫുൾ എന്നാണ് പറയുന്നത്. അവർക്ക് ഹോപ്പ് ഉണ്ട്, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷയുണ്ട്. അവർ ഈ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ, ഇവിടെ റിയൂണിയൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട്. ഒരു മാരേജ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട്. ഒരു റിയൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ഹീലിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരുപാട് ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് വന്നതിന് ശേഷമാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇല്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. അത് തൽക്കാലത്തേക്ക് അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ടൈം എടുക്കുന്നതാണ്. അതിനുശേഷം അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഈ ഒരു ഇല്യൂഷൻ, അതായത് ഇതൊരു മിഥ്യയാണ്. അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ടുപോയതല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്പാർക്ക് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോടാണ് അവർക്ക് ഒരു സ്പാർക്ക് തോന്നിയിട്ടുള്ളത്, ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളോടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെപ്പോലെ മറ്റൊരു പേഴ്സണെ അവരുടെ ലൈഫിൽ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളോടാണ് അവർക്ക് ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര ബോണ്ടിങ് കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളോടാണ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതായത് അവരിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അവർ വരുന്ന സമയത്ത് വരട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യത്തിലോട്ട് ഫോക്കസ്ഡ് ആവുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്സിലോട്ട് വരിക. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായാലും നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് വരിക, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങളുടേതായ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ക്ലൂസ് എടുക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ കാണണ്ട കേട്ടോ. ഡിസംബർ, രോഹിണി, 2000, ജനുവരി, ലെറ്റർ ഒ, ലെറ്റർ ഇ, രേവതി, 1987, നവംബർ 1986, ലെറ്റർ എഫ്, ലെറ്റർ ജെ, വിശാഖം, തിരുവാതിര 1992, 1988. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.